നിർമ്മാതാക്കളുടെ സംഘടനയും ആന്റണി പെരുമ്പാവൂരും രണ്ടഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ അനുനയ നീക്കവുമായാണ് ഭാരവാഹി കൂടിയായ ലിസ്റ്റിൻ സ്റ്റീഫൻ രംഗത്തെത്തിയിരിക്കുന്നത്. മറനീക്കി പുറത്തുവന്ന സംഘടനയ്ക്കകത്തെ ഭിന്നത പരിഹരിക്കുക ലക്ഷ്യമിട്ടായിരുന്നു ലിസ്റ്റിൻ സ്റ്റീഫന്റെ വാർത്താ സമ്മേളനം. എന്നാൽ സുരേഷ് കുമാർ പ്രഖ്യാപിച്ച നിലപാടുകളിൽ സംഘടനയ്ക്കകത്ത് തന്നെ ഭിന്നസ്വരമുണ്ടെന്ന് പ്രകടമാക്കുന്നതായിരുന്നു ലിസ്റ്റിന്റെ പ്രതികരണം. അത്രയും അഭിനേതാക്കളുടെ പ്രതിഫലം കുറയ്ക്കണമെന്നതാണ് തന്റെയും നിലപാടെന്ന് പറഞ്ഞ ലിസ്റ്റിനാകട്ടെ മറ്റു വിഷയങ്ങളിൽ പ്രകടമാക്കിയത് ആന്റണി പെരുമ്പാവൂരിന്റെ അതേ നിലപാടുകൾ തന്നെ. സംഘടനയുടെ സമരപ്രഖ്യാപനം തിടുക്കപ്പെട്ടുപോയി. അഭിനേതാക്കൾ നിർമ്മിക്കുന്ന ചിത്രങ്ങൾ പ്രദർശിപ്പിക്കില്ലെന്ന അഭിപ്രായത്തോട് യോജിപ്പില്ലെന്നും തന്റെ തിയേറ്ററുകളിൽ അത്തരം സിനിമകൾ പ്രദർശിപ്പിക്കുമെന്നും ലിസ്റ്റിൻ പ്രഖ്യാപിച്ചു. സമരത്തോട് ഞാൻ അനുകൂലിക്കുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. സംഘടനയുടെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ 100% സംഘടനയുടെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താരങ്ങൾ, ടെക്നീഷ്യന്മാരുടെ ശമ്പളം കൂടുതലാണ്. ഇത് ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞു. വ്യക്തിപരമായ അഭിപ്രായങ്ങൾ ആർക്കും പറയാം. സംഘടന വിശദീകരണം ചോദിക്കുന്നതും സ്വാഭാവികമാണെന്നായിരുന്നു നിലവിലെ തർക്കത്തിൽ ലിസ്റ്റിന്റെ വിശദീകരണം. ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ് സത്യസന്ധമായ ഒരു കാര്യം. ഞാൻ ഇപ്പോഴും ആന്റണി ചേട്ടനോട് സംസാരിച്ചതാണ്. അസോസിയേഷൻ എടുക്കുന്ന ഏത് തീരുമാനത്തിനൊപ്പം നിൽക്കുന്ന ഒരു മെമ്പറാണ് ആന്റണി പെരുമ്പാവൂർ. സുരേഷ് ചേട്ടനും ഒരു പർപ്പസ്ഫുള്ളി ഒരു പറഞ്ഞ ഒരാളെ ഒരു ഇന്നൊരു ആർട്ടിസ്റ്റിനെ നോവിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇന്നൊരു ആർട്ടിസ്റ്റിനെ ബേസ് ചെയ്തോ ഒന്നും പറഞ്ഞതല്ല. സംഘടനകൾ തമ്മിലുള്ള തർക്കത്തിൽ സർക്കാരിന് ഇടപെടാനാകില്ലെന്ന് പറഞ്ഞ മന്ത്രി സജി ചെറിയാനാകട്ടെ പ്രതിഫല വിഷയത്തിൽ അഭിനേതാക്കളെ പിന്തുണച്ചാണ് രംഗത്തെത്തിയത്. എല്ലാ സിനിമയും ലാഭകരമാകുന്നത് ശരിയാണ്. അത് ഒരിക്കലും ചരിത്രത്തിൽ ഉണ്ടാകത്തില്ല. മെച്ചപ്പെട്ട സിനിമയാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ എല്ലാ പ്രൊഡ്യൂസേഴ്സും എല്ലാ ഡയറക്ടേഴ്സും ചെയ്യുന്നത് എന്താ? ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മെച്ചപ്പെട്ട സിനിമ ഇറക്കുക. ഗവൺമെന്റ് സപ്പോർട്ട് ഉണ്ട്. എതിർശബ്ദമുയർത്തിയ ആന്റണി പെരുമ്പാവൂരിന്റെ പോസ്റ്റുകൾ മോഹൻലാൽ, ടൊവിനോ, പൃഥ്വിരാജ് അടക്കമുള്ളവർ പങ്കുവച്ച സാഹചര്യം സിനിമാ സംഘടനകൾക്കകത്തെ അഭിപ്രായ ഭിന്നത കൂടിയായിരുന്നു വെളിവാക്കിയത്. എങ്ങനെയാണ് പ്രതിസന്ധി പരിഹരിക്കുമെന്നതാണ് ഇനി കാത്തിരുന്നു കാണേണ്ടത്. റിയ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.